ഉമ്മ മരിച്ച വാപ്പാനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം. അത് മക്കളെ കടമയാണ്. ഞങ്ങൾക്കോ തെറ്റ് സംഭവിച്ചു, നിങ്ങൾക്കാർക്കും ഇനി സംഭവിക്കാതിരിക്കട്ടെ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാക്ക, ഇജാണ്ട് പറഞ്ഞാളോ വാപ്പാനോട്. ഇജാണ്ട് പറഞ്ഞാളത്. എന്താ നിങ്ങളെ പ്രശ്നം? ഞങ്ങൾ പ്രായക്കാരൊക്കെ കല്യാണം കഴിച്ച് 3-4 കുട്ടികളായി. ഞങ്ങൾക്കും കല്യാണം കഴിക്കണം. ഞങ്ങൾ പൂക്കാത്ത നീരാളെ പോലെ തണ്ടായി നിൽക്കുകയാണ്. ആ ബോധം വാപ്പാക്കില്ല. എടാ, നിങ്ങളെ അമ്മ മറ്റൊരു എത്ര കൊല്ലായി? 7 കൊല്ലായി വാപ്പ. വാപ്പ ചിരിച്ചുകൊണ്ട് പോയിന്റെ ഉദ്ദേശം എന്താണെന്നില്ല മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായ സുലൈമാനെ, ബാപ്പ നമ്മളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് തരൂല. എന്താ ബാപ്പക്ക് ഇത്ര ദേഷ്യം നമ്മളോട്? നമ്മളമ്മ മരിച്ചിട്ട് 7 കൊല്ലായി. ബാപ്പാനെ കൊണ്ട് നമ്മളെ പെണ്ണെട്ടിച്ചിട്ടില്ല. ബാപ്പാക്ക് ആ ഒരു ദേഷ്യമാണ് നമ്മളോട്. ബാപ്പാനെ കൊണ്ട് നമ്മളൊരു കല്യാണം കഴിപ്പിച്ചാലോ? എടാ, ബാപ്പാനെ കൊണ്ട് ഇങ്ങനൊരു കല്യാണം കഴിപ്പിച്ചാല് അഥവാ കഷ്ടകാലത്തിന് ഒരു കുറ്റമുണ്ടായാല് നമുക്ക് തറവാടും കിട്ടൂല, സ്വത്തും കിട്ടൂല. അത് കാക്കാജി പറഞ്ഞ സത്യാണ്. തറവാട് സ്വത്തും നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റൂല. ആ സുക്കൂറിന്റെ കല്യാണം കഴിഞ്ഞു. സുക്കൂറിന്റെ കല്യാണം കഴിഞ്ഞാ നമ്മളെ കല്യാണം തന്നെ നടക്കാനുള്ളൂട്ടാ. ഇത് ടെൻഷൻ അടിക്കണടാ, നമ്മളെ കല്യാണം നടക്കും. കാക്ക, നമ്മളെ കല്യാണം നടക്കണം എന്നുണ്ടെങ്കിൽ വാപ്പാന്റെ മൂക്കിൽ പഞ്ഞു വെക്കണം. എല്ലാം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ വാപ്പ വരുന്നു. അല്ല, നിങ്ങൾ രണ്ടാളും പിടക്ക. ആ പറമ്പിലുണ്ടല്ലോ പണിക്കാർ തേങ്ങരുന്നുണ്ട്, 2-3 പണിക്കാരുണ്ട്. എന്നാലും പൂറാൻ നിങ്ങൾക്ക് പറ്റുള്ളൂ. കാക്ക, പാർത്ത പണിയെടുക്കാനും പറമ്പിലെ പണിയെടുക്കാനും എന്നെ കൊണ്ട് പറ്റൂല. ഞാൻ ഗൾഫിലേക്ക് പോവുകയാണ്. ഇത് അങ്ങോട്ട് പോകല്ല. ഇത് പോയാൽ ഞാൻ ഇവിടെ പണിയെടുത്ത് മരിക്കും. ഇവിടെ ഒരു കല്യാണം നടക്കണില്ല, പിന്നെ എന്തിനാ ഞാൻ ഇവിടെ നിൽക്കണത്? ഞാൻ പോവാണ്. നമ്മൾ വാപ്പായോടും സംസാരിച്ചു നോക്കുക. എന്ത് നമ്മളെ കല്യാണത്തിനെ പറ്റി? അത് പറയേണ്ട താമസമേ ഉള്ളൂ. നാളെ തന്നെ നടത്തിയിട്ട് ഒരു വാപ്പ. ആർക്ക് സ്വകായിട്ടില്ല കാക്ക. ഈ രണ്ടാളൊന്നും അറിയണം. ഒന്നുകിൽ നമ്മൾ രണ്ടാളും കല്യാണം വാപ്പ നടത്തി തരിക, അല്ലെങ്കിൽ വാപ്പാന്റെ അവസാനം. കാക്കാജി വേണ്ടാത്തൊന്നും ചെയ്യല്ലേ. ജയിലിൽ പോയി വെക്കാൻ പറ്റ. ഇത് പോലെ തെളിവാണോ?
അപ്പോ എന്താ ആളെ പഠിപ്പിച്ച അപ്പോ അവസാനമായിട്ട് ചോദിക്കണം, നിങ്ങൾ ഞങ്ങളെ കല്യാണം നടത്തി തരൂലേ? ഞാൻ മരിക്കുന്നത് വരെ നടത്തി തരൂല. ആ പൂതിക്ക് നിങ്ങൾ ചെയ്യാണ്ട് കൊടുത്താൽ അത് എന്നാ നിങ്ങൾ കാറ്റ് പോവല്? പെട്ടെന്ന് എന്റെ കാറ്റ് പോവില്ല. നിങ്ങളെ കാറ്റ് പോയിട്ടേ എന്റെ കാറ്റ് പോവുള്ളൂ. ആ കരുനാക്കൊന്ന് പറല് തന്ത എന്താണ് പറഞ്ഞു? ഒന്നുകൂടി പറഞ്ഞ ആൾക്കാർ കേൾക്കും. ഇന്നൊന്നും ഉണ്ടാവും എന്നാലും ആൾക്കാർ കേക്കട്ടടാ, ആൾക്കാർ കേക്കട്ടെ. നിങ്ങളെ കല്യാണം ജന്മത്തിൽ നടത്തി തരില്ല. ഈ ഇറങ്ങി പോയോ? അപ്പോ ഞങ്ങൾ മക്കളല്ലേ, എന്തിനാ ഞങ്ങളോട് ഇങ്ങനെയൊക്കെ പറയുന്നത്? മക്കള് എന്റെ കൊണ്ടൊന്ന് പാർപ്പിക്കണ്ട. പാപ്പ എന്താ ഞങ്ങളോട് നിങ്ങൾക്ക് ഇത്ര ദേഷ്യം? അമ്മ മറ്റ് 7 കൊല്ലായി ഇന്ന് വരെ ഒരു പെണ്ണുങ്ങൾ കെട്ടിച്ചെന്നുണ്ടടാ. നിങ്ങൾ മക്കളല്ല, നിങ്ങൾ മൃഗങ്ങളാണ്. നിങ്ങളെപ്പോലെ ഞങ്ങളെ ആക്കണ്ട, ഞങ്ങൾക്കൊരു ജീവിതം വേണം. നിങ്ങളേക്കാണ് പൈസ ഉണ്ടാ, സ്വത്തും മുതലുണ്ട് നിങ്ങൾക്ക്. മാപ്പാന്റെ സ്വത്തും മുതൽ പിന്നെ ഞങ്ങൾ മക്കൾക്കല്ല, പിന്നെ ആർക്കുള്ളതാ? ഇന്റെ സ്വത്തും മുതലൊക്കെ ഞാൻ പള്ളിയേക്കാണ്ട് എഴുതി കൊടുത്തേക്കണ്. ഇന്റെ സ്വത്തും മുതലും കണ്ട് നിങ്ങൾ നിൽക്കണ്ട. നിങ്ങൾക്ക് മാണെന്നുണ്ടെങ്കിൽ അധ്വാനിച്ചുണ്ടാക്കിക്കോളി. ഈ സ്വത്തും പോലും നഷ്ടപ്പെടുക വിചാരിച്ച് ഇന്നുകൊണ്ട് നിങ്ങൾ പെണ്ണെട്ടിച്ചെന്നില്ല. നിങ്ങൾ മനസ്സ് കാരണം ഞാൻ മാനത്ത് കണ്ടു. ബാപ്പ ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങൾ തെറ്റുപറ്റിപ്പോയി. ബാപ്പ പറഞ്ഞത് വളരെ സത്യമാണ്. നിങ്ങളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു തരാൻ ഈ സ്വത്ത് മുതൽ നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ശ്രമിച്ചാല്. ബാപ്പ നിങ്ങളെപ്പോലെ ഞങ്ങൾ ആക്കല്ലേ ബാപ്പ, ഞങ്ങൾക്കൊരു കല്യാണം കഴിപ്പിച്ചു തരൂ. ഇനി ഞമ്മക്ക് 3 ആൾക്ക് ഇങ്ങനെ ജീവിക്കും മരിക്കാം. അതാണ് നിങ്ങളെ ജീവിതം.